നമസ്കാരം. ഒരു വീടിന്റെ എഞ്ചിൻ എന്ന് പറയുന്നത് അവിടുത്തെ മാതാപിതാക്കളാണ്, പ്രത്യേകിച്ച് വീട്ടമ്മമാർ. രാവിലെ എഴുന്നേറ്റത് മുതൽ രാത്രി ഉറങ്ങുന്നതുവരെ മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്കും സന്തോഷത്തിനും വേണ്ടിയാണ് പലരും ജീവിക്കുന്നത്. ഇതിനിടയിൽ സ്വന്തം ഇഷ്ടങ്ങളും ആരോഗ്യവും നിങ്ങൾ മറന്നുപോകുന്നുണ്ടോ? നിങ്ങൾ സന്തോഷമായിരുന്നാൽ മാത്രമേ നിങ്ങളുടെ കുടുംബവും സന്തോഷമായിരിക്കൂ എന്ന് എന്നെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? 1. നിങ്ങൾക്കും ഒരു സമയം വേണം, മീ ടൈം. കുടുംബത്തിന് വേണ്ടി സമയം ചെലവഴിക്കുന്നത് നല്ലതാണ്. എന്നാൽ ദിവസവും കുറച്ചു സമയമെങ്കിലും നിങ്ങൾക്കായി മാത്രം മാറ്റിവെക്കുക. അതൊരു പുസ്തകം വായിക്കാനോ പാട്ട് കേൾക്കാനോ അല്ലെങ്കിൽ വെറുതെ ഇരിക്കാനോ ആകാം. നിങ്ങളുടെ മനസ്സിന് ഉന്മേഷം നൽകുന്ന കാര്യങ്ങൾ ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് കൂടുതൽ ഊർജത്തോടെ കുടുംബത്തെ നോക്കാൻ സാധിക്കും. 2. ആരോഗ്യം അവഗണിക്കരുത്. ഹെൽത്ത് ഈസ് വെൽത്ത്. മക്കൾക്കും ഭർത്താവിനും കൃത്യസമയത്ത് ഭക്ഷണം നൽകുന്ന നിങ്ങൾ പലപ്പോഴും സ്വന്തം ഭക്ഷണത്തിന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യുന്നു. ചെറിയ ശാരീരിക ബുദ്ധിമുട്ടുകൾ പോലും അവഗണിക്കുന്നു. ഓർക്കുക, നിങ്ങൾ തളർന്നു പോയാൽ ആ വീട് തന്നെ നിശ്ചലമാകും. കൃത്യമായ ഭക്ഷണവും വിശ്രമവും നിങ്ങൾക്ക് അനിവാര്യമാണ്. നിങ്ങളെ തന്നെ സ്നേഹിക്കുന്നത് ഒരിക്കലും ഒരു സ്വാർത്ഥതയല്ല. 3. സഹായം ചോദിക്കാൻ മടിക്കരുത്. ആസ്ക് ഫോർ ഹെൽപ്പ്. എല്ലാ ജോലികളും തനിച്ച് ചെയ്യണം എന്ന വാശി ഒഴിവാക്കുക. വീട്ടുജോലികളിൽ മക്കളെയും പങ്കാളിയെയും കൂടി പങ്കുചേർക്കുക. ഉത്തരവാദിത്തങ്ങൾ പങ്കിടുമ്പോൾ ജോലിഭാരം കുറയുക മാത്രമല്ല, കുടുംബാംഗങ്ങൾക്കിടയിൽ പരസ്പര ബഹുമാനം വർദ്ധിക്കുകയും ചെയ്യും. ഒത്തൊരുമയുള്ള കുടുംബത്തിൽ ആരും ഒറ്റയ്ക്കല്ല എന്ന ബോധ്യം എല്ലാവർക്കും ഉണ്ടാകണം. 4. സ്വപ്നങ്ങൾക്ക് അവധി നൽകരുത്. കീപ് യുവർ ഡ്രീംസ് അലൈവ്. വിവാഹം കഴിഞ്ഞാലോ കുട്ടികളായാലോ നിങ്ങളുടെ കഴിവുകൾ അവസാനിക്കണമെന്നില്ല. നിങ്ങളുടെ ചെറിയ ഹോബികൾ അല്ലെങ്കിൽ കഴിവുകൾ, ഉദാഹരണത്തിന് തയ്യൽ, എഴുത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ യൂട്യൂബ് ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുക. ജീവിതത്തിൽ ഒരു ലക്ഷ്യബോധം ഉണ്ടാകുന്നത് നിങ്ങൾക്ക് പുതിയൊരു ആത്മവിശ്വാസം നൽകും. ലോകം മുഴുവൻ സ്നേഹിക്കുമ്പോഴും നിങ്ങളെ സ്നേഹിക്കാൻ മറക്കരുത്. നിങ്ങൾ ആരോഗ്യവതിയും സന്തോഷവതിയുമാണെങ്കിൽ നിങ്ങളുടെ വീട് എന്നും സമാധാനമുള്ള ഒരിടമായിരിക്കും. ഈ വീഡിയോ തിരക്കിനിടയിൽ സ്വന്തം കാര്യം മറന്നുപോകുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഷെയർ ചെയ്യുക.